ഹായ് ഫ്രണ്ട്സ്, ടെക്സോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പിൽ മലയാളം ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ എളുപ്പത്തിൽ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം. നമുക്കറിയാം പലർക്കും വോയിസ് മെസ്സേജ് അയക്കാനൊരു മടിയൊക്കെ ഉണ്ട്. അപ്പം മലയാളത്തിൽ വോയിസ് മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ നമുക്ക് എങ്ങനെ മലയാളത്തിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതും വളരെ ഈസി ആയിട്ട്. സോ നമുക്കതിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ആ ടൈപ്പ് ചെയ്യുന്ന സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാം കീബോർഡിൻ്റെ താഴെയായിട്ടൊരു മൈക്കിൻ്റെ ഐക്കണുണ്ട്. ഓക്കെ, സെറ്റിങ്സ് കാണാം. നിങ്ങൾക്ക് ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ സ്പീച്ച് ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നുകൂടി നോക്കുക, നിങ്ങൾക്ക് അവിടെ ഒരു ലാംഗ്വേജസ് കാണാൻ പറ്റും. അവിടെ ധാരാളം ലാംഗ്വേജസ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ കിടക്കണ ചിലപ്പം ഇംഗ്ലീഷ് UK ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോവുക. സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ എത്തുമ്പം താഴെയായിട്ട് നിങ്ങൾക്ക് മലയാളം എന്നൊരു ഓപ്ഷൻ കാണാം. ഇപ്പം ഞാൻ നേരത്തെ ടിക്കറ്റ് കിടന്നുകൊണ്ട് അങ്ങനെ കിടന്നു. അപ്പോൾ നിങ്ങൾ ടിക്കില്ലായിരിക്കും. അപ്പോൾ നിങ്ങളവിടെ ടിക്ക് ഇടുക, ലോങ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം മലയാളം സെലക്റ്റഡ് ആസ് ദ പ്രൈമറി ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് മലയാളം നമ്മുടെ സ്പീച്ച് റെക്കഗ്നിഷൻ്റെ പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് കിടന്നു. ഓക്കെ, നോ താങ്ക്സ് കൊടുത്ത് വിടുക. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വാട്സപ്പിലോട്ട് പോകുന്നു. സോ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നും. നേരത്തെ ടൈപ്പ് ചെയ്യാനുള്ള സ്പേസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ വോയിസ് ടൈപ്പ് ചെയ്യാനുള്ള മൈക്കിൻ്റെ ഇൻപുട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും സുഖകരമായി ഇതിനു മുമ്പ് ഞാൻ മലയാളം ടൈപ്പ് ചെയ്തിട്ടില്ല. എത്ര വലിയ മെസ്സേജും ഈസിയായി സംസാരിച്ചാൽ അത് ടെക്സ്റ്റ് ആയിട്ട് മാറുന്നു. ഇത്രയും നീളത്തിലുള്ള ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ എത്ര സമയം എടുക്കാറുണ്ട്? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഗൂഗിളിൻ്റെ സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ ടെക്നിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമല്ല, ഏതൊരു ടെക്സ്റ്റ് അയക്കണ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഏതൊരു ആപ്ലിക്കേഷനിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ലാംഗ്വേജ് മലയാളമായിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഉണ്ടായിരിക്കേണ്ട കാര്യം ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.